ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകാം. കണ്ണൂരിൽ NGO അസോസിയേഷൻ നേതാവിന്റെ ഭീഷണിയെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്ക് ഹൃദയാഘാതം സംഭവിച്ചിരിക്കുന്നു. ശിശുരോഗ വിഭാഗത്തിലെ ഡോക്ടർ രാധാമണിക്കാണ് ഹൃദയാഘാതം ഉണ്ടായിരിക്കുന്നത്. അസോസിയേഷൻ നേതാവ് UK മനോഹരനാണ് ഭീഷണിപ്പെടുത്തിയത്. സന്തോഷ് ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. സന്തോഷ്, ഈ ഭീഷണിപ്പെടുത്താനുള്ളൊരു സാഹചര്യം എന്താണ്? ആദ്യം ഈ ഡോക്ടറിന്റെ നിലവിലത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? എന്താണ് ശരിക്കും സംഭവിച്ചത്? സിന്ദൂരി പരിയാരം മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗത്തിലെ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ രാധാമണിയാണ് ഇപ്പോൾ ഈ NGO അസോസിയേഷൻ നേതാവ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. NGO അസോസിയേഷൻ നേതാവിന്റെ ഭീഷണിക്ക് പിന്നാലെ ഡോക്ടർക്ക് ഹൃദയാഘാതം ഉണ്ടാവുകയും ഡോക്ടറെ ഇപ്പോൾ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ഭരണമാറ്റത്തിന് പിന്നാലെ NGO അസോസിയേഷന്റെ ഈ ഭാരവാഹികൾ ഈ സ്ഥലം മാറ്റവുമായെല്ലാം ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഓരോ വകുപ്പുകൾക്കും നേരെ വിവിധ വിഭാഗങ്ങളിലായിട്ട് ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇപ്പോൾ ഈ വിഭാഗത്തിലെ, അതായത് പരിയാരം മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗത്തിലെ ഒരു സ്റ്റാഫിന്റെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടറെ ഈ നേതാവ് ഭീഷണിപ്പെടുത്തിയത്. NGO അസോസിയേഷന്റെ നേതാവായ UK മനോഹരനാണ് ഭീഷണിപ്പെടുത്തിയത്. ഈ ഭീഷണിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഡോക്ടറെ ഉടൻ തന്നെ അടിയന്തരമായി തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ഇപ്പോൾ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ഭരണമാറ്റത്തിന് പിന്നിലെ വലിയ രീതിയിലുള്ള സ്ഥലം മാറ്റം പരിയാരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ഉൾപ്പെടെ ഇപ്പോൾ അവതാളത്തിലായിരിക്കുകയാണ്. സിന്ധു. ശരി സന്തോഷ്, നോക്കൂ, ഒരു സ്ഥലം മാറ്റത്തിന് വേണ്ടിയിട്ട് ഡോക്ടറെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഡോക്ടർ ആ ഭീഷണി കേട്ട് ഹൃദയാഘാതം വന്നിപ്പോൾ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാർ അധികാരത്തിലേറി അധികകാലം കഴിയുന്നതിന് തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പ്രഷർ പല ഭാഗങ്ങളിലും പല വകുപ്പുകളിലും നമ്മൾ കണ്ടതാണ്. അതിപ്പോഴും നിർബാധം തുടരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കണ്ണൂരിൽ NGO അസോസിയേഷൻ നേതാവിന്റെ ഭീഷണിയെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്ക് ഹൃദയാഘാതം വരെ സംഭവിച്ചിരിക്കുന്നത്. അതിനിപ്പോൾ VD സതീശൻ സർക്കാർ എന്തൊക്കെ ന്യായീകരണമാണ് പറയുവാൻ പോകുന്നത് എന്നുകൂടി നമുക്ക് വരും സമയങ്ങളിൽ കാണാം.